Hey, hello, welcome to the Malayali podcast, connecting the life of Malayalis around the world. ഞാൻ കൃഷ്ണലാലാണ്. 2 ആഴ്ച മുമ്പ് ഞാൻ വാരണാസി പോയായിരുന്നു. നമ്മൾ ഓഫീസിൻ്റെ ആവശ്യമായിട്ട് നോർത്ത് ഇന്ത്യൻ പര്യടനത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ സത്നിലുണ്ടായിരുന്നു, മധ്യപ്രദേശിൽ. അവിടെ ഒരു വീക്കെൻഡിൽ ഞാനും അനു, നമ്മുടെ കൺട്രി ഹെഡാണ്, ആളും കൂടെ ഡിസൈഡ് ചെയ്തു നമുക്കൊന്ന് വാരണാസി പോയാലോ. അങ്ങനെ ക്വിക്കായിട്ട് എടുത്തൊരു ഡിസിഷൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ വാരണാസിയിലേക്ക് പോയത്. വാരണാസി ഇന്ത്യയിലെ ഏറ്റവും ഓൾഡസ്റ്റ് സിറ്റി എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ അവിടെ പോയാൽ മനസ്സിലാവും, അതൊരു സിറ്റി മാത്രമല്ല കേട്ടോ, അതൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. വാരണാസി നമ്മൾ പ്ലാൻ ചെയ്ത് പോയതല്ലായിരുന്നു. പക്ഷെ എനിക്കറിയാം വാരണാസിയിൽ ഗംഗ, കാശി വിശ്വനാഥ് ടെമ്പിള്, ഗംഗാരതി, അങ്ങനെ പല കാര്യങ്ങളും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് മുന്നേ അറിയാമായിരുന്നു. ഞങ്ങൾ വൈകുന്നേരമാണ് ആ സിറ്റിയിൽ എത്തി നമ്മളുടെ ഓട്ടോ കയറി നമ്മൾ ഗംഗാരതി നടക്കുന്ന അസർഘട്ടിൻ്റെ സൈഡിലേക്കാണ് പോയത്. അവിടെ നമ്മൾ ഒരു 10 മിനിറ്റ് നടന്നപ്പോൾ തന്നെ എനിക്കൊരു കാര്യം മനസ്സിലായി. നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല, നമ്മളത് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണ്. വൈകുന്നേരം എത്തിയപ്പോൾ തന്നെ റോഡ് അത്യാവശ്യം ബ്ലോക്കായിരുന്നു കേട്ടോ. ഒരുപാട് ഓട്ടോറിക്ഷകൾ, സ്പെഷ്യലി ഇലക്ട്രിക് ഓട്ടോറിക്ഷകൾ, 2 വീലേഴ്സ്, ഒരുപാട് പശുക്കൾ, പിൽഗ്രിംസ്, ടൂറിസ്റ്റ്, എല്ലാവരെയും കൊണ്ടും നിറഞ്ഞ അല്ലെങ്കിൽ ഒരു ക്രൗഡഡ് ആയ ഒരു സ്പേസ് തന്നെയാണ്. ഒരുപാട് നോയ്സ് ഉണ്ട്, ഭയങ്കര ക്രൗഡഡ് ആണ്, കുറച്ച് നമ്മൾ കൺഫ്യൂസ്ഡ് ആണ്. പക്ഷേ സംഭവം എല്ലാം പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നതായിട്ടാണ് ഞാൻ കണ്ടത്. അതൊക്കെ കണ്ടപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, നമ്മൾ ലൈഫിൽ എല്ലാം പെർഫെക്റ്റ് ആക്കാൻ നോക്കും, പക്ഷേ പെർഫെക്റ്റ് അല്ലെങ്കിലും ലൈഫ് ബ്യൂട്ടിഫുൾ ആണ്. ഞാൻ പറഞ്ഞല്ലോ, അവിടെ ഒരുപാട് പശുക്കളും കാളകളും ഉണ്ടായിരുന്നു. റോഡിൻ്റെ പല ഭാഗത്തും നമ്മൾ നടക്കുമ്പോൾ ആ ത്രൂ ഔട്ട് യാത്രയിൽ നമ്മൾ കണ്ടായിരുന്നു. പക്ഷേ ഒരിക്കൽ പോലും ഒരു പശുവും ആരെയും ഉപദ്രവിക്കുന്നതായിട്ട് ഞാൻ കണ്ടില്ല കേട്ടോ. പിന്നെ ആരോ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, നമുക്ക് വാരണാസിയിൽ പരുന്തുകളെ കാണാൻ പറ്റില്ല എന്ന്. സംഭവം സത്യമാണ് കേട്ടോ. ഫസ്റ്റ് ഡേ കിടന്നപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു, നെക്സ്റ്റ് ഡേ ഏർലി മോർണിംഗ് എഴുന്നേറ്റ് സൺറൈസ് കാണണം. അതുകൊണ്ട് തന്നെ ഗൂഗിൾ ചെയ്തു, സൺറൈസ് എപ്പോഴാണ്, 5:20 കാണിക്കുന്നത്. ഞാൻ 5 മണിക്ക് അലാറം വെച്ച് എഴുന്നേറ്റു. ഒരു 5:15 പുറത്തിറങ്ങി. പക്ഷേ നമ്മൾ കേരളത്തിലെ എക്സ്പീരിയൻസിനെ പോലെയല്ല. 5 മണിക്ക് ഉണ്ടല്ലോ സൂര്യനൊക്കെ ഉദിച്ച് പോയി കഴിഞ്ഞിരിക്കും. നമ്മുടെ ഒരു 8 മണി വൈബ് ഉണ്ടല്ലോ, 8:30 വൈബ്, ആ ഒരു വൈബാണ് അവിടെ 5 മണിക്ക്. അതിക്ക് മുമ്പേ എപ്പോഴും സൂര്യൻ ഉദിച്ചിരുന്നു എന്നതാണ് വാസ്തവം. ഞാൻ ഗംഗയിലേക്ക് ചെന്നു, അവിടെ ഗംഗാരതി നടക്കുന്നുണ്ടായിരുന്നു, അതൊക്കെ കണ്ടു. വളരെ ഒരു കാമായിട്ടൊരു സ്പേസ് ആണ് കേട്ടോ. ഞാൻ ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്ത് ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഈ ഒരു ട്രാവൽ ഫുള്ള് ഡെയിലി വ്ളോഗ്സായിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സംഭവം ആ ഒരു മോർണിംഗ് അമ്പലങ്ങളിലെ ബെല്ലടിയും കാര്യങ്ങളും ഗംഗാരതിയും ഒരുപാട് ബോട്ടുകളൊക്കെ ഇങ്ങനെ പോകണുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് രാവിലെ ബോട്ടിൽ പോകാൻ പറ്റില്ല, വൈകിട്ടത്തേക്ക് ഇറങ്ങാം എന്നൊരു പ്ലാനിലാണ് നമ്മൾ നിന്നത്. ഞാൻ കുറേ നേരം ഫോട്ടോസൊക്കെ എടുത്തെങ്കിലും പിന്നീട് എപ്പോഴും ഞാൻ സ്റ്റക്കായി. ഞാൻ ഫോണൊക്കെ പോക്കറ്റിൽ വെച്ച് ആ ഒരു ഗോൾഡൻ കളർ, അത് റിവർ ഫുള്ളൊരു ഗോൾഡൻ കളറിലാണെന്ന്. പിന്നെ ടെമ്പിൾ ബെൽസ് കേൾക്കുന്നുണ്ടായിരുന്നു, ബേർഡ്സിൻ്റെ ഒച്ചകൾ. ലൈക്ക് ആ ഒരു മൊമെൻറ്റിൽ ഞാൻ കുറേ നേരം സ്റ്റക്കായിട്ട് അവിടെ നിന്നായിരുന്നു. ശരിക്കും നമ്മൾ ലൈഫിലെ ഈ ഫോണിൽ ജീവിക്കുന്ന ആളുകളാണ്. നമ്മൾ ഭയങ്കര സ്പീഡായിട്ടാണ് നമ്മൾ ലൈഫ് മുമ്പോട്ട് പോകുന്നത്. പക്ഷെ കുറേ കൂടി സ്ലോ ആയിട്ടുള്ളൊരു മോർണിംഗും ഒരു സ്പേസാണ് കേട്ടോ വാരണാസി. നമുക്ക് തോന്നും നമ്മളും സ്ലോ ആകുന്നുണ്ടെന്ന്. നമ്മൾ ആ ഒരു ഫ്ലോയിൽ നിന്നുകൊണ്ട് തന്നെ എത്രത്തോളം എനിക്ക് ഫോണിൽ അതെല്ലാം പകർത്തിയെടുക്കാൻ പറ്റിയെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. കാരണം പലപ്പോഴും ഞാൻ ഫോണൊക്കെ പോക്കറ്റിൽ വെച്ചതുകൊണ്ട് തന്നെ ഞാനത് എക്സ്പീരിയൻസ് ചെയ്യാനാണ് ശ്രമിച്ചത്. നമുക്കത് ഫോണിൽ ക്യാപ്ചർ ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ സമ്മറിലായതുകൊണ്ട് തന്നെ നല്ല ചൂടാണ്. നമുക്കൊരു 10 മണിക്ക് ശേഷം നമുക്ക് പുറത്തോട്ടിറങ്ങി നടക്കാൻ പറ്റാത്തൊരവസ്ഥ തന്നെയായിരുന്നു. അതുകൊണ്ട് പിന്നെ വൈകിട്ടാണ് നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയത്. നമ്മൾ ഗംഗാരതി, അത് നമ്മൾ ഇൻസ്റ്റയിൽ റീൽസ് കണ്ടിട്ടുണ്ട്, യൂട്യൂബിൽ വീഡിയോസ് കണ്ടിട്ടുണ്ട്. പക്ഷേ നമ്മൾ ലൈവായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ അതൊരു കംപ്ലീറ്റ് ഡിഫറെൻറ്റ് ലെവലാണത്.
ഒരുപാട് ആളുകൾ, ഒരു 10,000-2,000 ആളുകൾ ആ ഒരു ആരതി കാണാൻ വേണ്ടി തന്നെ ആ ഒരു ഏരിയയിൽ തടിച്ചു കൂട്ടിരുന്നു കേട്ടോ. കംപ്ലീറ്റ്ലി ഒരു പോസിറ്റീവ് എക്സ്പീരിയൻസ് ആണ്. പിന്നെ നമ്മൾ കാണുന്ന പേഴ്സ്പെക്റ്റീവ് ആണ് കേട്ടോ. ലൈക്ക് നമ്മൾ ഇൻസ്റ്റയിലും അല്ലെങ്കിൽ ഈ വീഡിയോസിലൊക്കെ കാണുന്ന ഒരു ആംഗിളിലല്ല നമ്മളെ കാണുന്ന ആ ഒരു വാസ്തവം നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ അവിടെ ഇരിക്കാൻ. നമ്മൊരു 45 മിനിറ്റ്സ് ഒക്കെ നമുക്ക് ഡെഫിനറ്റ്ലി അത് എൻജോയ് ചെയ്യാൻ പറ്റും. ത്രൂ ഔട്ട് ഈ ഒരു ജേർണി എനിക്കൊരു റിലീജിയസ് ഫാക്ടർ എനിക്കവിടെ കാണാൻ പറ്റില്ല. ഒരു എക്സ്പീരിയൻസ് പോലെ എനിക്ക് തോന്നിയത്. അതുകൊണ്ട് തന്നെ ഇതൊരു റിലീജിയസ് തിങ് ആയിട്ട് നിങ്ങളിത് മാറ്റി നിർത്തിയിട്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ അല്ലെങ്കിൽ ലൈഫിൽ ഒരിക്കലെങ്കിലും വന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സിറ്റി തന്നെയാണ് വാരണാസി. വാരണാസി ഫുൾ ഓഫ് ഗട്ട്സ് ആണ്. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ 7 കിലോമീറ്റർ ഗട്ടാണ്. നമുക്ക് നടന്ന് കാണാം, വണ്ടിയിൽ പോയി കാണാം, അല്ലെങ്കിൽ ബോട്ടിൽ പോയി കാണാം. അതിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയൊരു ഘട്ടമാണ് മണികർണിക ഘട്ട്. അവിടെ നമുക്ക് ജീവിതവും മരണവും ഒരുമിച്ച് കാണാൻ പറ്റും. ഒരു സൈഡിൽ ഫുൾ പ്രയേഴ്സ്, മറ്റൊരു സൈഡിൽ ഫ്യൂണറൽ നടക്കുന്നു. ഫസ്റ്റ് നമുക്ക് കുറച്ച് അൺകംഫർട്ടബിൾ ആവുമെങ്കിലും പക്ഷേ പിന്നീടൊരു കാര്യം എനിക്ക് മനസ്സിലായി, മരണത്തിനെ അവോയ്ഡ് ചെയ്യാത്ത ഒരു കൾച്ചറാണ് ഇവിടെ. അതിനെ കുറിച്ച് കാര്യം എനിക്ക് മനസ്സിലായി, നമ്മൾ സ്ട്രെസ് ചെയ്യുന്ന പല കാര്യങ്ങളും ആക്ച്വലി അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് അല്ല. ലൈഫ് വളരെ ഷോർട്ടാണ്, അത് എൻജോയ് ചെയ്യാൻ മറക്കരുത്. വാരണാസിയിൽ വരുമ്പോൾ പിന്നെ ഫുഡുകളെ പറ്റി പറയാൻ പറ്റില്ലല്ലോ. മോർണിംഗ് കച്ചോരി, ലസീൻ, ക്ലേ കപ്പ്, അത് ഞാൻ ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ച കാര്യമാണ്. അവിടുത്തെ ഓൾമോസ്റ്റ് എല്ലാ ലസ്സി ഷോപ്പിലും നമുക്ക് ക്ലേ കപ്പിലാണ് അവർ തരുന്നത്. പിന്നെ സ്ട്രീറ്റ് ചായ്, പിന്നെ ബനാറസ് പാൻ. വളരെ സിമ്പിളായിട്ട് ഫുഡാണ്, പക്ഷേ വളരെ ടേസ്റ്റിയാണ്. ലസ്സി എൻ്റെ ലൈഫിൽ ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ള ലസ്സി ഞാൻ കുടിച്ചിട്ടില്ല കേട്ടോ. കംപ്ലീറ്റ് സിറ്റി നമ്മൾ വെൽക്കം ചെയ്യും. അവിടുത്തെ ആളുകൾ, അവിടുത്തെ കച്ചവടക്കാർ എല്ലാവരും ഈ ടൂറിസ്റ്റിനെ, പിൽഗ്രിംസിനെയൊക്കെ ഇത് കൈനീട്ടി സ്വീകരിക്കുന്ന ഒരു മനോഭാവമുള്ള ആൾക്കാരാണ്. മേ ബി അവരെ തലമുറകളായിട്ട് ഇത്രയും പിൽഗ്രിംസിനെയും ടൂറിസ്റ്റുകളെയൊക്കെ കണ്ടതുകൊണ്ടായിരിക്കാം കംപ്ലീറ്റ് സിറ്റി നമ്മളെ വെൽക്കം ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. നമ്മൾ വാരണാസിയിൽ 2 ദിവസം ഉണ്ടായിരുന്നു. ഞാൻ ട്രിപ്പ് കഴിഞ്ഞ് ഇറങ്ങുന്ന നേരം അനുവിനോട് ചോദിച്ചാൽ, അനു എനിക്ക് ഒരു 6 മാസം വർക്ക് ഫ്രം ഹോം തരുകയാണെങ്കിൽ ഞാനിവിടെ നിൽക്കാം. കാരണം എനിക്കവിടെ നിന്ന് ആക്ച്വലി ഇറങ്ങണമെന്നുണ്ടായിരുന്നില്ല. ഒരു പ്രത്യേക ഫീൽ അല്ലെങ്കിൽ എന്തോ സംഭവം എന്നെ അവിടെ പിടിച്ചെടുക്കുന്നതായിട്ട് എനിക്ക് തോന്നിയായിരുന്നു കേട്ടോ. അത് മേ ബി ആ ഒരു സിറ്റിയുടെ പ്രത്യേകതയായിരിക്കാം. പലർക്കും അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായേക്കാം. ബട്ട് എനിക്ക് വീണ്ടും അവിടെ പോകണം, അല്ലെങ്കിൽ ഇനിയും എന്നെ അത് വിളിക്കുന്നുണ്ട് പോലെയാണ് എനിക്കിപ്പോഴും ഈ ഒരു പോഡ്കാസ്റ്റ് എപ്പിസോഡ് റെക്കോർഡ് ചെയ്യുമ്പോൾ ഫീൽ ചെയ്യുന്നത്. നമ്മൾ സമ്മറിലാണ് പോയത്. ഒരു വിൻ്റർ സീസണിൽ കൂടി എനിക്ക് വാരണാസി എക്സ്പ്ലോർ ചെയ്യണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്. ഈ ട്രിപ്പൊക്കെ കഴിഞ്ഞ് വീട്ടിലോട്ട് വന്നപ്പോൾ തീർച്ചയായിട്ടും കുറച്ച് ഫോട്ടോസും വീഡിയോസും എൻ്റെ കയ്യിലുണ്ട്. പക്ഷേ ഒരു ലൈഫ് ലെസൺ കൂടിയാണ് ഞാൻ മനസ്സിലാക്കിയത്. സ്ലോ ഡൗൺ. അധികം സമയം മനുഷ്യരോടൊപ്പം സ്പെൻഡ് ചെയ്യുക, ചെറിയ കാര്യങ്ങൾ എൻജോയ് ചെയ്യുക. എല്ലാ യാത്രയും ഡെസ്റ്റിനേഷനെ കുറിച്ച് മാത്രമല്ല. ചില സമയങ്ങളിൽ നമ്മുടെ ജേണി നമ്മളെ തന്നെ ചേഞ്ച് ചെയ്യും. എനിക്കും വാരണാസി അത്തരത്തിലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളൊരു ടൂറിസ്റ്റായിട്ട് മാത്രമല്ല, അല്ലെങ്കിൽ ഒരു പിൽഗ്രിമായിട്ട് മാത്രമല്ല, ഒരു ഓപ്പൺ മൈൻഡഡ് ആയിട്ട് നിങ്ങൾ വാരണാസി ഡെഫിനറ്റ്ലി ലൈഫ് ടൈമിൽ ഒരിക്കലെങ്കിലും വിസിറ്റ് ചെയ്യണം. സോ ഞാനൊരു എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാണ്. പുതിയ എക്സ്പീരിയൻസ് ആയിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ, താങ്ക് യു.